ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. നമ്മുടെ റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള അരി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോവരുത്. ഈ ഒരു പാകത്തിന് മതിയാവും. ഇനി ഇത് നമുക്ക് സ്ട്രെയിനറിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിത് വെള്ളം പോകാനായിട്ട് സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലൂടെയായിട്ട് നമുക്ക് നന്നായിട്ട് തണുത്തിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ റൈസ് ഒന്ന് വിട്ട് നിൽക്കാനും നന്നായിട്ട് തണുത്ത് വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതല്ലെങ്കിൽ വെള്ളമൊക്കെ മുഴുവനായിട്ട് പോയതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് റൈസ് പരത്തിയിട്ട് കൊടുത്താൽ മതി തണുക്കാനായിട്ട്. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. ഒരു സൈഡ് റെഡി ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. 2 കളറിലുള്ള ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പാർട്ടാണ് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. ഈ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് 2 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ സൈഡ് ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസുമായി മിക്സ് ചെയ്യാതെ ഇത് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. മുട്ട ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓയിലിൽ മുട്ട ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ റൈസൊക്കെ ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.